അതിജീവനത്തിന്റെ വലിയ സന്ദേശങ്ങളാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതങ്ങനെ തന്നെ ഏറ്റവും മനോഹരമായി തന്നെ തുടരട്ടെ. മലയാളികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാ ഇടങ്ങളിലും അനുഭവിച്ചറിയാനും കാണാനും കഴിയുന്നത്. ഈ വലിയ ദുരന്തത്തിനിടയിലും നമുക്ക് ആശ്വാസം നൽകുന്നത്, സന്തോഷം നൽകുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരുടെ സാന്നിധ്യം തന്നെയാണ്. സിജു കണ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് അവിടെ തെരച്ചിൽ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. സിജു, മുണ്ടക്കയിൽ നേരത്തെ രക്ഷാപ്രവർത്തകർ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ തെരച്ചിൽ നടപടികളിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പറയാനുള്ളത്? മനു, മുണ്ടക്കൈ പുഞ്ചിരിവട്ടം പ്രദേശങ്ങളിലുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ പ്രദേശത്തേക്ക് രാവിലെ 7 മണിക്ക് ശേഷം തന്നെ എത്തിയപ്പോൾ നമുക്ക് കാണാം തൊട്ടടുത്തുള്ള മദ്രസയാണ്. ഈ മദ്രസയാണ് ഇവിടെ ഒരു ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. ആരോഗ്യവകുപ്പ് പ്രവർത്തകർ അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ ഉള്ള ഒരു പ്രദേശമാണ്. ഈ തൊട്ട് താഴെ ഭാഗത്താണ് വലിയ ഒരു ദുരന്തത്തിന്റെ ഭാഗമായി, ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒരു പ്രദേശത്തെ വീടുകളും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ പ്രദേശത്ത് വളരെ ഒരു ചെറിയൊരു കവലയാണ്. ഈ വീടുകളുണ്ട്. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ ദുരന്തത്തിന് ശേഷം മാറ്റിപ്പാർപ്പിച്ചതാണ്. തൊട്ട് താഴേക്ക് നമ്മൾ പോകുമ്പോൾ അതാണ് മുണ്ടക്കയിലെ പ്രധാന കവല. ഈ പ്രദേശമാകെ തന്നെ ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഒഴുകിപ്പോയ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ തൊട്ടടുത്തുള്ളൊരു വീട് പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു വ്യാപാര സ്ഥാപനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ പ്രവർത്തിച്ചിരുന്ന കടകളെല്ലാം തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം. അതിന് നേരെ എതിർവശത്ത് ഒരു വ്യാപാര സ്ഥാപനമുണ്ട്. അതും പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം. 7ാം നാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ മരങ്ങളും അതോടൊപ്പം തന്നെ പാറക്കല്ലുകളും എല്ലാം തന്നെ പ്രദേശത്തേക്ക്, ഈ റോഡിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം അതിപ്പോഴും നീക്കം ചെയ്യാതെ പല ഭാഗത്തും കിടക്കുന്നു. രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി പരിശോധന നടത്തിക്കൊണ്ട് മാറ്റിയതാണ് പല ഭാഗത്തുമെങ്കിലും ഇപ്പോഴും ചില മേഖലകളിൽ അത് കൂട്ടിയിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ചെറിയൊരു കവലയാണ്. വയനാട്ടിലെ സാധാരണ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തെ ഒരു ചെറിയ കവല. ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ ജോലിക്ക് പോകുമ്പോഴും എല്ലാം തന്നെ എത്തുന്ന ഒരു പ്രദേശമാണ് പൂർണ്ണമായും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. വീടും അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു ശക്തിയില്ല. അതിനോടൊപ്പം ഒഴുകി വന്ന കല്ല്, മണ്ണ്, പാറക്കെട്ടുകൾ എല്ലാം തന്നെ ഇടിച്ച് പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമാണ്. ഈ കടകളെല്ലാം തന്നെ പൂർണ്ണമായും നശിച്ചു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു ശ്മശാന ഭൂമി പോലെ ഒരു ചെറിയ ഒരു ഗ്രാമം നിൽക്കുകയാണ്. ഇതിന് തൊട്ടടുത്തായി ഒരു മസ്ജിദുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഈ മസ്ജിദ് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് തൊട്ട് താഴെ കൂടിയാണ് പുഴ ഒഴുകിയിരുന്നത്. ചെറിയൊരു പുഴയായിരുന്നു. ആ പുഴയാണ് ഒരു ഭീകര രൂപം കൊണ്ട് ഈ മഴയിൽ വലിയൊരു ഉരുൾപൊട്ടലായി ഈ കരയിലേക്ക് ഇരച്ചു കയറിയെത്തിയത്. അതിനുശേഷം ഇവിടെയുള്ള വീടുകളെല്ലാം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ പാറക്കല്ലും മണ്ണുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയ ഒരു റോഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവഴി പുഞ്ചിരിമട്ടത്തേക്ക് ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ചെറിയ റോഡ് ഇതിൻ്റെ താഴെ വശത്ത് കൂടി ഉണ്ടായിരുന്നു. ആ വഴി റോഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും കാണാൻ സാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതിൻ്റെ മുകൾ വശത്തായാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രഭവ സ്ഥാനം. അവിടെ നിന്ന് വനമേഖലയിൽ 2 കിലോമീറ്റർ അകത്താണ് ഇതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രഭവ സ്ഥാനം. അവിടെ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും പാറക്കല്ലുകളുമാണ് ഈ ഭാഗം മുഴുവനായി നശിപ്പിച്ചുകൊണ്ട് കടന്നുപോയത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്നത് പോലെ ഇവിടെ ഇന്നും പരിശോധന തുടരും. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. രക്ഷാപ്രവർത്തകർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഐബോർഡ് ഡ്രോൺ സംവിധാനം, അതോടൊപ്പം തന്നെ സ്കാനർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. റിട്ടയർഡ് മേജർ ഇന്ദ്രാബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം തന്നെ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇന്ന് ഈ മേഖലകളിൽ കൂടുതലായി പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ ഉപസമിതി എത്തിയപ്പോൾ പ്രദേശത്ത് റഡാർ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം പരമാവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാറ്റാൻ കഴിയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പരിശോധന നടത്തിയതിൻ്റെ ഒരു ദൃശ്യം കാണാം. നമുക്ക് ഈ മരങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഈ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഈ കടയുടെ പരിസരത്തെല്ലാം തന്നെ മണ്ണ് നീക്കം ചെയ്ത് പാറക്കല്ലുകളെല്ലാം നീക്കം ചെയ്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. കൂടുതൽ ആഴത്തിലേക്ക് പരിശോധന നടത്തുന്നതിന് നിലവിൽ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ പ്രദേശത്തും അടിഞ്ഞുകൂടിയിരിക്കുന്ന
ഒഴുക്കുന്ന മണ്ണ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് പ്രദേശത്തൊരു സർവേ നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അത്തരം സർവേ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുന്നോട്ട് പോകും. ഏതായാലും വ്യാപകമായ പരിശോധന ഈ മേഖലകളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 6 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അട്ടമല, അതോടൊപ്പം തന്നെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം. മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും ഈ ഉരുൾപൊട്ടലിൽ നശിച്ചുപോയ, തകർന്നുപോയ പ്രദേശങ്ങളാണ്. പിന്നെ വെള്ളാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല, പുഴയുടെ അടിവാരം, ഈ മേഖലകളിൽ യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും വിന്യസിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്നേതായാലും നടക്കാൻ പോകുന്നത്. മനു. തീർച്ചയായും സിജു, ഞാൻ അല്പസമയത്തിനകം വളരെ വേഗം സിജുവിലേക്ക് മടങ്ങി വരാം. ഏതായാലും ഇപ്പോൾ മേലെമുണ്ടക്കയിൽ തെരച്ചിൽ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന് തൊട്ടുമുകളിൽ പുഞ്ചിരിമട്ടത്തും തെരച്ചിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഒരു ദുരന്തം ബാക്കി വെച്ചുപോയ ഒരു മരണഭൂമിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. തകർന്നു വീണ കെട്ടിടങ്ങൾ, തകർന്നു കിടക്കുന്ന വാഹനങ്ങൾ, മനുഷ്യരെ അപ്പാടെ എടുത്തുകൊണ്ടുപോയ ഒരു ഉരുളിൻ്റെ ബാക്കി പത്രം. അത് ഏറ്റവും വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മുൻപിലേക്ക് അവിടെ നിന്നിങ്ങനെ ഓരോ നിമിഷവും ദൃശ്യങ്ങളായി എത്തുകയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി ഈ സങ്കട കാഴ്ചകൾ തന്നെയാണ് ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ദുരന്തം മുഖത്ത് പതറി നിന്നുകൂടാ. നമുക്ക് അതിജീവിക്കണം. നമുക്കിതിനെ മറികടന്ന് നാളെയുടെ നന്മകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. സർക്കാർ സംവിധാനം അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോൾ ചില വിഷജീവികൾ തലപൊക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും. ഈ പ്രദേശത്ത് അത് കാണാനും കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവാദങ്ങളടക്കം നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. അത്തരത്തിലുള്ള നീക്കങ്ങളെയും അതിജീവിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നതാണ് ഈ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്.